പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോക്കാഡിൽ എങ്ങനെ ഏരിയ എടുക്കാം എന്നാണ്. ഒരു റൂമിന്റെ ഏരിയ എങ്ങനെ ഓട്ടോക്കാഡിൽ എടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വില്ലയുടെ ഫ്ലോർ പ്ലാൻ ആണ് ഇത്. ഓട്ടോക്കാഡിൽ ഏരിയ എടുക്കാൻ പല മെത്തേഡുകളുണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ ഏരിയ എങ്ങനെ എടുക്കാൻ നോക്കാം. അതിനായി നമ്മൾ ഓട്ടോക്കാഡിൽ ഷോർട്ട് കീ എ എൻ്റർ ചെയ്യുന്നു. ഏരിയയുടെ ഷോർട്ട് കീ ആണ്. എൻ്റർ അടിക്കുന്നു. നമ്മൾ ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ് എവിടെയൊക്കെയാണ് എഡ്ജ് പോയിന്റ് ഉള്ളത് അവിടെയൊക്കെ കവർ ചെയ്യുക. ഈ ഹാച്ച് കളർ വരുന്നിടത്തൊക്കെ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് ഇതായിരിക്കും. അപ്പോൾ ഈ ഏരിയ മൊത്തം കവറായി. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഇതാണ് ഈ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ. ഇതിപ്പോൾ മില്ലിമീറ്ററിലായതുകൊണ്ട് 6 ഡിജിറ്റ് പുറകിലോട്ട് പോയിന്റ് ഇടുക. 22.830 ആണ് ഈ റൂമിന്റെ ഏരിയ. ടോട്ടൽ പെരിമീറ്റർ എന്ന് വെച്ചാൽ ടോട്ടൽ വാളിന്റെ ലെങ്ത്, ടോട്ടൽ ഏരിയ, നമ്മളെടുത്ത ഏരിയയുടെ ടോട്ടൽ ലെങ്ത് 23 മീറ്റർ ആയിരിക്കും. പിന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോളിലൈൻ ഉപയോഗിച്ചിട്ട് ഏരിയ എടുക്കാം. പോളിലൈന് സെലക്ട് ചെയ്യുക. PL ആണ് പോളിലൈനിന്റെ ഷോർട്ട് കീ. PL അടിക്കുക, അല്ലെങ്കിൽ പോളിലൈന് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. പോളിലൈന് സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട ഏരിയയുടെ ബോർഡറിലൂടെ ഒരു ലൈന് വരയ്ക്കുക. പോളിലൈന് വരച്ചു കൊടുക്കുക. ആ പോളിലൈനെ സെലക്ട് ചെയ്യുക. ആ പോളിലൈനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ 1 അടിച്ചാൽ ഇതാണ് പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസിൽ താഴെ ഇവിടെ കാണിക്കും ഏരിയ. നമ്മൾ നേരത്തെ കണ്ട സെയിം ഏരിയ ആണ്. 22.83. നമ്മൾ നേരത്തെ കണ്ട സെയിം ഏരിയ ആണിത്. 22.83. അപ്പം ഇങ്ങനെയും ഏരിയ എടുക്കാം, അല്ലാതെ ഷോർട്ട് കീ എടുത്തിട്ടും ഏരിയ എടുക്കാം. താങ്ക് യു. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് റൂമിന്റെ ഏരിയ എടുക്കുക. ഏരിയയുടെ ഷോർട്ട് കീ എ ആണ്, അല്ലെങ്കിൽ പോളിലൈൻ വരച്ചിട്ടും എടുക്കാം.